പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാലങ്ങൾക്ക് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാണ് ഗൈസ്. ഇന്നെന്ന് പറയുന്നത് ഒരു വീക്കെൻഡ് ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു ലേസിയൊക്കെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നേരെ വീഡിയോ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോൾ എണീച്ചിട്ടുള്ളൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പല്ലിച്ചിട്ടില്ല, ഇതാക്കിയിട്ടില്ല. ഇപ്പം കണ്ടോ ഗൈസ്, ബെഡിൽ നിന്ന് എണീറ്റ് വന്നിട്ടുള്ളൂ. ഇപ്പം സമയം 12:30 എനിവേസ് ലെറ്റ്സ് ഗോ ഗൈസ്. ബ്ലപ്പ്. അപ്പോൾ ഗൈസ് നമ്മൾ മുഖമൊക്കെ കഴുകി ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇവിടെ ഒരു ഷർട്ടിനകത്ത് കാക്കണോണ്ട് ഞാൻ തലേന്റെ മേൽക്ക് മാത്രമേ കാണിക്കുള്ളൂ, ഞങ്ങൾ ആരും ഫ്ലാഷ് ഇല്ല. എന്താ സ്റ്റീൽ ബോഡി കാണിച്ചിട്ട് ഒരു തേങ്ങയില്ല ഗൈസ്, ചെയ്യും പോലാണ് പൊയ്ക്ക ഗൈസ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോണ്. വി ആർ ഹിയർ വിത്ത് ഇഷാൻ. ഹലോ ഗൈസ്. നമ്മളെല്ലാരും കാണാൻ പാടില്ല ഗൈസ്. ഇപ്പൊ സമയം പറഞ്ഞത് 1 മണിയാണ് ഗൈസ്. വീട്ടിലത്തെ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് നൈസാണ്. മമ്മി എന്താ മമ്മി നമ്മുടെ വീട് ഇങ്ങനെ? ഓ മമ്മി പഞ്ചുവെച്ചാണ് ഗൈസ്. അതന്നെ അനാഥായിട്ട് നിക്കണവര്. ഇതിന്റെ പേരെന്താ? അൽഫാം ഉണ്ട് ഗൈസ്. അൽഫാമാണ്. പിന്നെ നമുക്ക് പഞ്ചസാര ഉണ്ട് ഗൈസ്. പഞ്ചസാര നമുക്ക് ഉപ്പുമാനാണ് ഗൈസ്, സോൾട്ട് മാംഗോ ട്രീ. പിന്നെ ഇതെന്താ എന്ത് അറിയാം, മീൻകറി ഗൈസ്. പിന്നെ പത്തിരി ഉണ്ട് യെസ് ഗൈസ്. പിന്നെ ചായ ഉണ്ട്, പിന്നെ മക്കുണ്ട്, ഞാനുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് തിന്നാൻ തുടങ്ങാം. ഗൈസ് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു. ഇതാണ് നമ്മുടെ അൽഫാമിന്റെ ആഫ്റ്റർ എഫക്ട്സ്. പിന്നെ അപ്പൊ ഗൈസ് നമുക്ക് എന്താ പണി? നമ്മൾ വെറുതെ ഇരിക്കും. അപ്പൊ നമുക്ക് വെറുതെ പോലെ വന്നാണ് നമ്മൾ TV കാണാൻ പോണേ. നിങ്ങൾ ഇന്നിന്റെ ദിവസം നിങ്ങൾ ജീവിക്കണ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുക, അങ്ങനെയാണ് ഞാൻ എടുക്കാൻ പോണത് ഗൈസ്. ബൈ ദ വേ ഇതാണ് എൻ്റെ യൂട്യൂബ് റെക്കമെൻഡേഷൻ. കണ്ടോ ഗൈസ്? അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരം യൂട്യൂബ് കാണും. എന്നാൽ നമുക്ക് ഇനി കുറച്ച് പണികളുണ്ട് ഗൈസ്, പക്ഷേ അത് ഞങ്ങൾക്ക് ഇപ്പം തന്നെ പറഞ്ഞു തന്നില്ല. വരട്ടെ ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പറേറ്റ്. അങ്ങനെ നമ്മുടെ കുറെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി അതെ ഗൈസ് കാക്കുണ്ട്. ഇനി ഞങ്ങളൊരു ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഗൈസ്. ഇത് സ്പെഷ്യൽ ഗൈസ് ഒന്നല്ലേ ഗൈസ്, നമ്മുടെ സാധാ കാക്കാണ്. എനിവേ ഗൈസ് നമ്മൾ ഒരു പുതിയ സാധനം അൺബോക്സ് ചെയ്ത കാലം ഞാൻ മറന്നുപോയി ഗൈസ്. നമ്മൾ അൺബോക്സിംഗ് വ്ളോഗല്ല, ബാക്കി അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ശേഷം കഴിഞ്ഞ പരിപാടിക്കൊക്കെ ശേഷം അടുത്ത നമ്മൾ ഇങ്ങനെ അൺബോക്സിങ് ചെയ്യാൻ പോണേ. അൺബോക്സ് ചെയ്യാൻ സാധനം മിഞ്ചൊക്കെ വേണ്ടി നമ്മൾ ഓർഡർ ചെയ്താൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല. ഇതാണ് ഡിജെന്റെ ഒരു ക്യാമറ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് മിഞ്ചക്ക് എന്താണ് ഈസി ആയിട്ട് ഇങ്ങനെ എല്ലാവരും മുമ്പ് കൊണ്ടേക്കാം. മിഞ്ചക്ക് ഭയങ്കര ഷൈയാണ് ഗൈസ് ഫോണും കൊണ്ട് പോകണതൊക്കെ. അപ്പൊ അതിന് പകരം നമ്മള് സെറ്റ് സാധനം എടുത്തിരിക്കണേ. നമുക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. യെസ് ഗൈസ്, അങ്ങനെ നമ്മള് മിഞ്ച് സെറ്റ് ആയി. മിഞ്ച അത് എങ്ങനെ അൺബോക്സ് ചെയ്യും? പക്ഷെ അവിടെ ഇതുണ്ട് കേട്ടോ, ഇത് വലിച്ച് അവിടെ വലിച്ച് പൊട്ടിക്കാണ്ട്. യോ അതിങ്ങനെ നീക്ക് ഇവിടുന്ന് ഇങ്ങനെ കേറ്. ഞാൻ എന്റെ മിഞ്ചക്ക് വേണ്ടി ഞാൻ നഖം ഉണ്ടാക്കിക്കണല്ലോ. പക്ഷേ മിഞ്ച ഇവിടെ നിന്ന് ഇങ്ങട്ടാ പൊട്ടത്തെ ചക്ക പോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? അയ്യോ അത് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആരോ അങ്ങോട്ടാണോ? ഏതാ മണ്ടത്തി വെച്ച് ആരാ അവിടുന്ന് ഇങ്ങോട്ടാ പൊട്ടത്തെ, ഇവിടുന്ന് ഇങ്ങോട്ട് ടീർ ചെയ്യാനാ പറയണേ. എന്താ സാധനം വായിക്ക്. അവിടുന്ന് തിരിച്ചുകൂടി അത്ര ചെറുതാണ്, അത്ര ഉള്ളൂ. ഫോണല്ല മിൻസ സർപ്രൈസ്, അതിനുള്ള ഐഫോൺ 17 Pro Max ആ മിൻസക്ക്. മിൻസക്ക് അങ്ങനെ പുതിയൊന്നും വേണ്ട, മേടിച്ചിട്ടില്ല. സാറില മിൻസ പോട്ടെ. തുറന്നോ. ഇവിടെ ഇനി സ്റ്റിക്കർ ഉണ്ടോ? ഇല്ലല്ലോ. കമോൺ. അൺബോക്സിംഗ്. യോ
നിലത്തേക്കിടല്ലേ കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല. ആ അയ്യോ ഇതെന്താ എന്താ പാർട്സ് പാടിച്ചിട്ട് ഓ അതാവശ്യമല്ല നമ്മളെ ക്യാമറ ഇവിടെ വിൻസ യെസ് ഇതാണ് ഗൈസ് സാധനം എന്ന് പറയണത് ആ അത്രേ ഉള്ളു വിൻസ ആ അടിപൊട്ടിക്ക് പൊട്ടിച്ച് നോക്കാൻ പോണു guys. ഓക്കെ Let's go. ആ സാറ്റിസ്ഫൈങ് വിൻസ എന്താ വരത്തെ? ആ ഓ ഇങ്ങനുണ്ട് കിടിലാണോ എന്താ മനസ്സിലാവും? അത് ഇതിന്റെ കവർ ഊര് അമ്മേ ആ അങ്ങനെ എന്തൊക്കെ ഒരു സെറ്റപ്പാണ് ഇവിടെ കൂടെ ഊരി എടുക്ക് ഓക്കെ ഓ സോ ഗുഡ് എങ്ങനെയുണ്ട് കൂടെ പോലെയല്ലേ? ആ ട്രൈപോഡ് പോലെ ഇതാണോ ക്യാമറ? ആ അത്ര ഉള്ളു ക്യാമറ കണ്ടു കഴിച്ച് ഇത്ര പിടിക്കാനുള്ളൂ ഓ ഇന്നിവിടെ പൊട്ടിക്ക് ക്യാമറ കണ്ടു guys. യെസ് ഗൈസ് ക്യാമറ. ഇതാണ് ക്യാമറ നമുക്ക് ഇതും കൂടി അത് പൊട്ടിക്കണം അതിനുള്ള ഓരോ സാധനങ്ങളാണ് ഇത് പൊട്ടിക്ക് യെസ് ഗൈസ് അങ്ങനത്തെ സാറ്റിസ്ഫൈങ് ഇൻഷായി വെച്ചോ നിലത്ത് കിടല്ലേ guys. ഇവിടെ വെക്കേ sorry. യെസ് ഗൈസ് ഇനി മീൻസ് ടേണിംഗ് ഓൺ ക്യാമറ ദാ റെഡ് ബട്ടൺ നെക്കി പിടിച്ചോ കമോൺ ഓ ഡിജെ ഓ ഓ ഓ ഓ ഓ ഓടായി ഗൈസ് ആണ് കാക്ക പറഞ്ഞത്. യെസ് ഗൈസ് എങ്ങനെയുണ്ട് ക്ലാരിറ്റി നല്ല സുഖമായിട്ട് ഒരു ഇന്ത്യ കുറച്ച് അടിയൊക്കെ സെറ്റല്ലേ കണ്ട ഗൈസ് ഇതാണ് നമ്മുടെ കാക്ക പണത്. ഇനി മീൻസിലേക്ക് തിരിച്ചോ ഞാൻ ഇന്നെ തിരിക്കാൻ പോണേ. യെസ് മീൻസിലേക്ക് തിരിച്ച് നമ്മളിവിടെ തിരിക്കണം അയ്യോ പോളി പോളി ഗൈസ് നമുക്ക് ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ കാക്കനെ കാണാം. ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ കാണാൻ വേണ്ടി നമ്മൾ എത്തിയിട്ടുള്ളത് അതെ ഗൈസ് ഇത് വേണ്ട എവിടുന്നാണ് എത്ര പൈസ? 9,999 only. Oh my god! Shirt 70,599. Oh my god! Hair wig ആണോ? No original. Wow. Phone 3,25,000. Wow. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത് platinum. Platinum mixed with 24K gold. Yes. പക്ഷെ കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ല. Blend ചെയ്തിട്ടുണ്ട്. Oh blending അതാണ്. Yes guys. അപ്പൊ full matching. Yeah. Navy you know navy blue. Yeah, beautiful man. True. ഞാൻ മിൻസണിലേക്ക് വരുന്നത് മിൻസന്റെ ഔട്ട്ഫിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ This is 1,24,933 plus 944. ഇതിന്റെ ഇടയിൽ കാൽക്കുലേറ്ററിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇനി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു സ്റ്റൈലിംഗ് ചെയ്യുന്ന ആളാണ്. കണ്ടോ ഗൈസ് ഇതിന്റെ ഉള്ളിൽ വേറെ ഷർട്ട് ഉണ്ട്. ആ ഷർട്ടിന്റെ മേലെ കൂടെ കാക്കാന്റെ ഷർട്ടാണ് ഈ റെഡ്. അതിനാണ് ഈക്വൽ ആയിട്ടാണ് അതെ അപ്പൊ അതിന്റെ ലൈക് സ്ലീവ്സ് ഇങ്ങനെ വരും. അതിന്റെ മേലെ കൂടെ കാക്കാന്റെ ഷർട്ട് പ്ലസ് മാച്ചിങ്ങിന് വേണ്ടി ഞാൻ ഗ്രേ പാന്റ് ബ്ലാക്ക് ഷാൾ ഉണ്ട്. പിന്നെ ഞാൻ തന്നെ പ്രൈസ്ലെസ് ആണ്. അത് മീൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഗൈസ് നമ്മളെ എന്ത് പറഞ്ഞത്. ഇതാണ് മിൻസിന്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഇനി നമുക്ക് കാത് കുത്തണം. എന്താ അല്ലറ ചില്ലറ പണികൾ. യെസ് സോ ലെറ്റ്സ് ഗോ. മിൻസ കുട്ടി പറഞ്ഞ ഇവിടെ ചോറ് ഇതുകൊണ്ടിരിക്കണം. മിൻസ എന്താ ചോറിന് സ്പെഷ്യൽ തിന്നു കഴിഞ്ഞാ? നെയ്ച്ചോറ് ചിക്കൻ കറി ചിക്കൻ പൊരിച്ചത്. ഇതാണ് മിൻസിന്റെ പ്ലേറ്റിന്റെ യുദ്ധം കഴിഞ്ഞാലുള്ള കോലം എന്ന് പറഞ്ഞത്. എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ ചോറുണ്ട്, ചിക്കൻ ഉണ്ട്. പപ്പടം നിന്നിട്ടില്ലല്ലേ? പപ്പടം വേസ്റ്റ് ചെയ്തു. മിൻസത് ഇതോ കണ്ടെടുക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ വ്യവസ്ഥകളെ പറ്റിയാണ് മിൻസ പറഞ്ഞത്. ഇച്ചിഹാസിനെ പറ്റി അറിഞ്ഞ കണ്ട് കമന്റ് ചെയ്യാം. സോ അതൊക്കെയാണ് മിൻസ കാണല്. മിൻസ അത് കണ്ടാണ് ചോറുന്നല്ലേ പറഞ്ഞത്. യു ആർ സോ ഞം മിൻസ തിന്നിട്ട് വേം വാ, അടുത്ത പരിപാടിക്ക് പോണ്ടേ? കഴിഞ്ഞോ? ഓ എത്ര ചോറ് വേണേച്ചാ കഴിച്ചോ. മിൻസാ പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീയാ. മിൻസ അത് പൊട്ട് നോക്കാലോ നമുക്ക്. പൊട്ടോക്കട്ടെ? പൊട്ടിച്ച ശീല ഇത് വല്ലാത്ത സൈക്കോ ഉള്ള മിൻസ. കണ്ട് സൈക്കോ വീഡിയോ കണ്ട് സൈക്കോ ഗൈസ്. ഇതിലൊക്കെ കൈ പൊട്ടിച്ചത് പറഞ്ഞേ. പൊട്ടിച്ചോ വേണ്ട കേട്ടോ മിൻസ. ആ വേണ്ട, എനിക്ക് വേണ്ടിയ മിൻസക്കല്ലേ പറ്റിയാലേ. 15 minutes later. നമ്മളെ മിൻസ ഇവിടെ എന്താ വെച്ചാൽ പരിപാടി ഗൈസ്? നമ്മളെ കുഞ്ഞി ക്യാമറ കണ്ടോ? വാവ്, മിൻസ ഗൈസ് കണ്ണ് എഴുതിക്കൊണ്ട് നിൽക്കാണ്. മിൻസ കണ്ണ് എഴുതാ. മിൻസക്ക് കണ്ണ് എഴുതാനുള്ള കഴിവുണ്ടോ? നമുക്ക് നോക്കാം. മിൻസ കഴിവുണ്ടോ കണ്ണ് എഴുതാനുള്ള? യെസ് ഗൈസ്, അപ്പോൾ ഇതാണ് മിൻസയുടെ കണ്ണെന്ന് കാണിച്ചിട്ടാ. ഓ പാപ്പ ഊത്ത പാപ്പേ യെസ് ഗൈസ്, അപ്പോൾ ഇതെന്താ മിൻസ പരിപാടി പറഞ്ഞു കൊടുക്ക്. നമ്മൾ മൂന്നാമത്തെ കാത് കുത്താൻ പോണേ. എനിക്ക് കറന്റ്ലി 200. കാക്ക ഇവിടെ കുത്തിന് പറയാ.
അല്ല ഞാൻ ഇവിടെ കുത്താണ്. ഓ ഇതിനുള്ളില് ഓ രസമുണ്ടാവോ? എനിക്കറിയില്ല എന്തായാലും കുത്തി രണ്ടെണ്ണം കുത്തിയ വീട്ടിൽ നിന്ന് പുറത്താക്കും. ആ ഓക്കെ 2 കുത്താന്ന് പിന്നെ ഇങ്ങനെ ഒന്ന് മാത്രം കുത്തി പോരെ? അല്ല പിന്നെ ഒരു ചെയ്യുമ്പോ 2 ഞാൻ ഇവിടെ കുത്താനാ ചോദിച്ചത്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഇനി 3rd സ്റ്റേഡ് കുത്താൻ പോവാണ് ഗൈസ്. നമ്മൾ കാതുത്താൻ പോവാണ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കാക്ക ചെയ്തു തരുമോ എന്ന് എനിക്ക് അറിയില്ല ഗൈസ്. പഠിപ്പ് സംബന്ധമായിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പഠിക്കാത്ത എനിക്കല്ല ഗൈസ്, ഞാൻ വളരെ നല്ലൊരു സ്റ്റുഡൻ്റ് ആണ്. എനിവേസ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ ഒരു ടെൻഷനില്ല ഗൈസ്, എനിക്ക് സന്തോഷം. എനിക്ക് ഇനിയും കുത്തണം എന്നാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ഇതിൽ തന്നെ 2 കുത്തണം എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമുള്ള. എനിവേസ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് അത്രേനേ ഉള്ളൂ. നമ്മൾ ഏതിലെടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല ഗൈസ്. നമ്മുടെ കുഞ്ഞു ക്യാമറയിലാണ് നമ്മൾ എടുക്കണത്. ഞാൻ കാണിച്ചു തരാം. അയ്യോ കാണില്ല ഗൈസ്, കണ്ടോ അതിലെടുക്കണത് പേടിക്കണ്ട. കുറച്ച് പണിയാണോ? ഇവിടെ തന്നെ പറഞ്ഞേ. യെസ് ഗൈസ്, മിനിഷന്റെ കാത് കുത്തൽ കലാപരിപാടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എനിക്ക് അതട്ടല്ലേ എന്താ നാളെ വരുന്നുണ്ടോ? എന്തേ മിനിഷന്റെ കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ വന്നത്? ഞാൻ മാരനോ? മിനിഷന്റെ കാത് കുത്തും കുറെ പരിപാടിയൊക്കെ ഉണ്ട്. ഒരു പരിപാടി ഒരു പരിപാടിയില്ല, നമ്മൾ വീട്ടിൽ പോകും. അല്ല എനിക്കൊരു ബോർഡ് വാങ്ങാൻ. ബോർഡ് എന്ത് പറഞ്ഞു കൊടുക്കുക? എന്താണ് എനിക്ക് ബോർഡ്? ഞാൻ പഠിക്കാൻ റിയാക്ട് ചെയ്യണ്ട. പഠിക്കാനോ? പെൻഷനെ കൊണ്ടുപോവാണ്. ഓ മൈ ഗോഡ്, കാത് കുത്തൽ എങ്ങനെ ഉണ്ടാവും? പക്ഷേ വലിയ സ്റ്റഡ് ഇടില്ല, റിംഗ് ആയിട്ട് ഇട്ടാ മതി. ഇവിടെ നമ്മൾ ഇടാൻ പോണത് കാണിച്ചു. അയ്യോ തല പോയി. യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ മിൻഷ എവിടെയൊക്കെ ഓട്ടണാൻ പോണത് കണ്ടോ? ഇവിടെയാണ് കുത്താൻ പോണത്. ഈ ചെവിയിലോ? സെയിം സ്ഥലം തന്നെയാണ്. ടെൻഷനൊന്നുമില്ല, ചെറിയൊരു ഭയം അതെനിക്കാരുണ്ടാവും. പക്ഷെ ഭയമില്ല പക്ഷേ എനിക്ക് ഞാൻ വേദന കൊണ്ട് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നം. അങ്ങനെ നമ്മൾ ഇനി കുത്താൻ പോവുകയാണ്. അപ്പോൾ എന്റെ സൗണ്ട് ഒന്നും പോയിട്ടില്ല. എന്റെ സൗണ്ട് വളരെ അധികം. എനിക്ക് പേടിയില്ല, ബട്ട് എനിക്ക് ഓർമ്മയില്ല നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായില്ലേ, നമുക്ക് പേടികൾ ഉണ്ടാവുള്ളൂ. അതായത് ബുദ്ധി ഉണ്ടായാലേ പേടിക്കോ പറഞ്ഞ മാതിരി. ഓക്കെ കുത്തിക്കോ. ഓക്കെ എന്താ വെച്ചാ മനസ്സിലാവണ്ട. ഓക്കെ യെസ്, കോൺഫിഡൻസ്. ഒന്നുമില്ലേ? കുത്തുമ്പോ അതിന് വേനുണ്ടല്ലോ, ഇനി കുറച്ച് കഴിഞ്ഞിട്ടല്ലേ വേന വരുള്ളൂ. കഴിഞ്ഞോ? അത്രേ ഉള്ളൂ, വലിയ വേനൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഒന്നും മതി ഒന്നാക്കിക്കോ. മൂക്കുമ്പോ കുത്തലെന്നാ. ഓക്കെ ഗൈസ്, അടുത്തത് മിൻസിന്റെ 2ാമത്തെ കുത്തൽ. അയ്യോ മിൻസ, അയ്യോ അയ്യോ. നോ പ്രോബ്ലം. ഇതൊക്കെ മിൻസിന്റെ വെറും അഭിനയാണ്. ഇനി മിൻസ ക്യാമറ കട്ട് ചെയ്തിട്ട് കാര്യം ഇല്ല. മിൻസ ക്യാമറ കട്ട് ചെയ്തിട്ട് കാര്യം എന്തിനെ പറ്റിയപ്പോ ഉറുമ്പിന്റെ കട്ടുണ്ട് എന്തായാലും. അതല്ലേ സാധനം പറയാം, ഉറുമ്പ് കടിക്കണം അത്ര വേനുള്ളൂ, അതിന്റെ കട്ടുണ്ട്. പക്ഷെ മിക്കവാറും ഇതിന്റെ ഇടയിൽ 2ാമത് റിംഗ് ഇട്ടാണ്ട് ഇത് മേലേക്ക് എത്തുകയാണ്. അങ്ങനെ നമ്മൾ കുത്തി കഴിച്ചു. കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് 1ാമത്തെ പറയുമ്പോ അറ്റോട്ടെ.
ഇനി നമ്മുടെ കാതുകുത്തൽ ഇസ് വെരി വെരി സക്സസ്ഫുൾ. ഇനി നമ്മൾ എപ്പോഴും കാക്കാൻ അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു 4-5 ഒന്നും കുത്തില്ല. വൈറ്റ് ബോർഡ് വാങ്ങുന്നുണ്ട്. പിന്നെ എനിക്ക് തിന്നണം. അത് പ്ലാനില്ലല്ലോ. അങ്ങനെ നമ്മൾ വൈറ്റ് ബോർഡ് വാങ്ങാൻ വന്നിരിക്കണേ. നമ്മളെ മിൻഷന്റെ ബോർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ബോർഡ്. അല്ല മിൻഷന്റെ അത്ര വലുപ്പമുണ്ട്. സെറ്റ് നമ്മൾ ഡസ്റ്ററും പിന്നെ നമ്മൾ എത്ര കളർ മാർക്കർ വാങ്ങി? 1 ബ്ലൂ ആൻഡ് 1 അല്ല 1 ബ്ലാക്ക് ആൻഡ് 1 റെഡ്. സെറ്റ് അല്ലേ? മിൻഷ ഹാപ്പി. ഇതൊക്കെ വെച്ച് മിൻഷ പഠിക്കുന്ന പറഞ്ഞു. അതിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഓക്കെ നോക്കാം. നോക്കിക്കൊണ്ടിരിക്കാം. ഇനി എന്തുണ്ടാ പറയോ, നമ്മൾ അവിടെ അങ്ങനെ പോയി നോക്കി കഴിഞ്ഞാൽ അത് റൂമിൽ നിന്നിട്ട് പഠിക്കുക. ആ റൂമിൽ നല്ല കലാകരമായ നല്ല പല ഡിസൈൻസിൽ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. പാട്ട് പാടും. ഇനിയിപ്പോ വരക്കാനുള്ള കെമിസ്ട്രി പഠിച്ചിട്ട് ഉറങ്ങിപ്പോയി. ഞാൻ വന്നപ്പോ നല്ല ഉറക്കം ഒരാള്. 2 hours later. നമ്മൾ ഞം കഴിക്കാൻ എത്തി. നമ്മൾ കൈ കേക്കാണ്. A little later. അങ്ങനെ നമ്മൾ ഞം കഴിക്കാൻ എത്തി. കാക്ക് സമ്മതിച്ചു ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ഓർഡർ ചെയ്യാൻ പോണത്. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. സോ നല്ല നോയ്സി ആയിരിക്കും. നിങ്ങൾക്ക് കേൾക്കുന്ന പോലെ എനിക്ക് അറിയില്ല. നല്ല സൗണ്ടാണ്. ബട്ട് നമ്മൾ എന്തെങ്കിലും നോക്കുകയാണ്. നമ്മൾ ലുക്കിംഗ് അറ്റ് ദി മെനു ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഞം ഓർഡർ ചെയ്തു. എന്തൊക്കെയാണ് കാക്ക വാങ്ങിച്ചത്? നമ്മൾ മിൻഷക്ക് വേണ്ടി ഒരു ചീസി ക്രിസ്പി റോൾ. കാക്ക ഇത് ലെമണോ? ഞാൻ പെരി അല്ല ലെമൺ ഫ്ലേവർ ഉള്ള ഫ്രഞ്ച് ഫ്രൈസ്. അതൊക്കെ ചായ ഒരു ചായ പിന്നെ ഒരു എന്താ വെച്ചാ ഫ്രഷ് ലൈം. ഫ്രഷ് ലൈം. മിൻഷക്ക് ഫ്രഷ് ലൈം മതിയായിരുന്നു. പക്ഷെ ഞാൻ സത്യത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. നാരങ്ങേനെ പറ്റിയുള്ള സാധനം ചിലപ്പോൾ ടേസ്റ്റ് കമ്മിയല്ലേ. ഞാൻ വെച്ചോളാം. ഹായ് ഗൈസ്, അങ്ങനെ മിൻഷന്റെ റാപ്പ് വന്നിരിക്കുകയാണ്. അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാം വന്നിട്ട് കൈക്കൊള്ളു അങ്ങനൊന്നുമില്ല. ടേസ്റ്റ് ഇതൊക്കെ പൊട്ടിക്കണല്ലേ? അപ്പൊ അതെന്റെ പാക്കറ്റല്ലേ? അപ്പൊ അതിന്റെ ഉള്ളോക്കട്ടെ. അല്ല ഇതുള്ളല്ലോ. ആണ്, അത് പാക്കറ്റാണ്. കമോൺ. ഇതാണ് എന്റെ സാധനം എന്ന് പറഞ്ഞ്. യമ്മി. എനിക്ക് സോസിന്റെ ആളാണ് ഗൈസ്. സോസ് ഇങ്ങനെ ഒഴിച്ച് ഇതെന്താ അത്? ആക്രാന്തം കുട്ടല്ല മിച്ച. കൺട്രോൾ. ആക്രാന്തം കുട്ടിയല്ല, താന്നു പോയതാ. പ്ലിങ് ആയതാ. എടുത്തോ ഇതിമലൊക്കെ ആക്കണ്. അല്ല കൈക്ക്. കമോൺ മിൻജ. വാവ്, ഇങ്ങനെയുണ്ട്. സെറ്റാ ഗൈസ്. എന്റെ പ്രൈസ് വന്നിട്ടില്ല. ഭയങ്കര വെയിറ്റ് ഗൈസ്. അങ്ങനെ മിൻഷതാ അങ്ങനെയുണ്ട്. സാധനം റിവ്യൂ പറഞ്ഞില്ല. നല്ല രസമുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം വേറെ ഏതോ സ്ഥലത്ത് നിന്ന് മിൻഷ കഴിച്ചു പറഞ്ഞാൽ അതിന് രസമുണ്ടോ? പറയ്. എത്ര അല്ല? അതാണ് അടിപൊളി. അതെനിക്ക് ഓർമ്മയില്ലല്ലോ. ഉണ്ടോ മിൻഷന്റെ സാധനം എന്ന് പറഞ്ഞത്? അങ്ങനെ മിൻഷന്റെ ലൈമ് എത്തി. ഇതെന്താ എനിക്കിപ്പോ ഒന്നുമില്ലേ? ഒക്കെ അനക്കാണല്ലോ. ഒരു റാപ്പോ ഒരു ഇതും കുടിച്ചോണ്ടിരിക്കാണ് മിൻഷ. എന്തേ വയറ് നിറഞ്ഞോ? ഇതൊക്കെ ആര് തിന്ന? അതേക്കും. യെസ്, മിൻഷ പൊള്ളി യമ്മി തീർക്കുന്ന പറഞ്ഞ്. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, അങ്ങനെ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. യോ മിൻഷ ട്രൈ ചെയ്യാൻ പോണേ. ഓക്കെ, അങ്ങനെയുണ്ട്. കൊള്ളാം. സാധാ ഫ്രൈസ് പോലെ എന്തോ ലെമണൊക്കെയാണെന്നാണ് പറഞ്ഞിന്. അങ്ങനെയുണ്ട്. ഗുഡാ. തിരിച്ച് വികാരമൊന്നുമില്ല ഇല്ലേ? പറ്റിച്ചോ? ഞാൻ നോക്കട്ടെ. ശരിയാണ്. യെസ് ഗൈസ്, അങ്ങനെ യുദ്ധം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം തീർത്തു ഗൈസ്. മിൻഷന്റെ ഹാഫ് ഞാനാ തിന്ന്. ലൈവ് ഞാനാ കുടിച്ച്. ഇവിടെ തിന്നു എനിക്കറിയാം. വെറുതെ ഇടാം. അതുകൊണ്ട് ഞാൻ ഒന്നും ഓർഡർ ചെയ്യാൻ ഗൈസ്. എനിക്കറിയാനും. ഞാൻ ഫ്രഞ്ചൈസ് മാത്രം ഓർഡർ ചെയ്ത്. കാരണം മിൻഷന്റെ ബാക്കി വരെ എനിക്കറിയാം. ലൈമ് ചായയും ഞാൻ കുടിച്ചു, ലൈമും ഞാൻ കുടിച്ചു. ഓള് ആകെ കുറച്ച് ഇന്റെ ഫ്രഞ്ച് ഫ്രൈസ് തിന്നാ. പിന്നെ ഒരു ഹാഫ് ഇതും കഴിച്ചു.
What is this, Minsha? Very bad. No, guys. Your tummy is so small and jill, crimpling. Not pling. Okay. So നമുക്ക് വീട്ടിലേക്ക് പോകാം. Yes, guys. 2 hours later. ഫ്രണ്ട്സ് നമ്മളെത്തി. നമ്മൾ കട്ട് ചെയ്യാൻ പോണേ. യെസ് മീൻസ് അതിന് നമുക്ക് ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നത് നമുക്ക് കണ്ടന്നെ അറിയേണ്ടി വരും. എന്ത് മീൻസ് എന്ത് കട്ട് ചെയ്യുന്നു? ബട്ടർഫ്ലൈയോ? ഓക്കെ നമുക്ക് കാണാം. ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. വീണ്ടും നമ്മൾ ഡ്രസ്സ് മാറ്റാൻ നമ്മൾ അടുത്ത പണിക്ക് പോയി ഗൈസ്. അതാണ് നമ്മുടെ ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു ബട്ടർഫ്ലൈ കട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് കട്ട് ചെയ്യുന്നത് കാണാം. ലെറ്റ്സ് ഗോ. Much later. The next day. ഹേ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ദിസ് ഇസ് നെക്സ്റ്റ് ഡേ ഗൈസ്. ഇന്നലെ രാത്രി പോയിട്ടാണ് നമ്മൾ കാതൊക്കെ കുത്തി നമ്മൾ വീണ്ടും ഉറങ്ങി. എന്നാൽ നമ്മൾ രാവിലെ എണീച്ചു. ഇന്നാണ് ഗൈസ് നമ്മളെ വിട്ടിട്ട് ഒരാൾ പോണത്. എങ്ങോട്ട് പോകണില്ല ഗൈസ്, കാശ്മീർക്ക് പോകണം. എത്ര ദിവസത്തിന് ചോദിക്കുക ഗൈസ്? 16 ദിവസത്തേക്ക് കാശ്മീർ. ഈ 16 ദിവസത്തിനുള്ളിൽ കാശ്മീർക്കും പോകും, പിന്നെ ഹൈദരാബാദിക്കും പോകും. അവിടെ വെച്ചിട്ടാണ് ഗൈസ് കോൺസേർട്ട്, അനുജയിൻ്റെ കോൺസേർട്ടൊക്കെ പോകണത്. ആരെ പോകണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഷാനിക്കാണ് പോണത്, കാക്ക പോവാണ് ഗൈസ്. കോളേജ് ടൂറാണ്. ഇത്രയും നേരം ആള് ഷർട്ട്ലെസ് ആയിരുന്നു. ഇപ്പോൾ എന്താണ് അടിച്ചാണ്ട് ഉമ്മ പറയാൻ പറ്റാത്ത സ്ഥലത്ത് ഫാമിലി ഫ്രണ്ട്ലി സ്റ്റിച്ച് ചെയ്താണ്. സ്റ്റിച്ചിന്റെ തല കിട്ടുന്നില്ല. അപ്പൊ ഗൈസ് അപ്പൊ ഞാൻ പോയി വരാം. കുളിച്ചിട്ട് കുറച്ച് ഭംഗി കൂടിയ പോലെ. ആ കുളിച്ചോണ്ടാണ് ഗൈസ്, കുളിച്ചോണ്ടാണ് ഗൈസ്. അല്ലാതെ എപ്പോഴും ഉള്ള ഭംഗിയൊന്നല്ലേ. എന്തായാലും നിങ്ങൾക്ക് അപ്പൊ ഞാൻ പോയി മിസ് ചെയ്യൂല. മിൻസനെ ഞാൻ എന്തായാലും മിസ് ചെയ്യും. എന്തായാലും മിസ് ചെയ്യുന്നായിരിക്കും. അനുജിന്റെ കോൺസെർട്ടിൽ പാടുമ്പോഴൊക്കെ മിൻസിനെ ഓർത്തിട്ടൊക്കെ പാടുക. ഞാനല്ലേ പാടണം, ഓനല്ലേ പാടുന്നത്. ഞാൻ അവിടെ അപ്പൊ എന്തായാലും ഞാൻ പോയി വരാം. ഇനി കുറച്ച് പാക്കിംഗ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. പെട്ടി പാക്ക് ചെയ്തു. പിന്നെ നമുക്ക് ഫുഡ് എന്തോ പാക്ക് ചെയ്യണ്ട. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അയ്യോരിന്റെ ഗൈസ്. അപ്പൊ ഗൈസ് അപ്പൊ നമുക്ക് ഇനി ഫുഡ് രാത്രിക്ക് ട്രെയിനിലാണ് പോകണം. അപ്പൊ രാത്രിക്കുള്ള ഫുഡ് നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകണ്ട. എന്താണ് അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് ഇതാക്കണം. വാഴയിലിട്ട് പൊതിഞ്ഞ് നമുക്ക് കൊണ്ടുപോകാൻ അത് പാക്ക് ആക്കാം. അങ്ങനെ നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞു കൊടുക്കുക. വാഴന്റെ ഇല ആട്ടിക്കൊണ്ടിരിക്കണം, വാട്ടിക്കൊണ്ടിരിക്കുക പറഞ്ഞാൽ തീയിലിട്ടാണ്ട് മയക്കി എടുക്കണം. മയക്കി എടുക്കുകയാണ്. അവൻ നമുക്ക് ട്രെയിനിന്ന് ഫുഡ് എടുക്കാൻ വേണ്ടി തല ഉണ്ടോ? ഫുള്ളുണ്ട്, തലത്തറയുണ്ട്. ബാക്കി ഇതിന് നമ്മൾ ഇവിടുത്തെ 2 ആൾക്കുള്ള ഫുഡാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് ഇനി നമുക്ക് ഇത് പാക്ക് ചെയ്യണം. അപ്പൊ പാക്ക് ചെയ്തിട്ട് കാണാം. ഫ്രണ്ട്സ് അപ്പൊ ആന്റണിയ നിങ്ങൾക്ക് സാധനങ്ങൾ എന്തൊക്കെ ഉണ്ട് പറഞ്ഞാൽ നമുക്ക് നെയ്ച്ചോണ്ട് പറഞ്ഞു കൊടുക്കാം. നിന്റെ വ്ളോഗാ എന്റെ വ്ളോഗാ? എന്റെ ചാനൽ എന്റെ ചാനല. യെസ് ഗൈസ് അപ്പൊ മിൻഷ പറഞ്ഞിരുന്നു. നമുക്ക് നെയ്ച്ചോറുണ്ട്, പിന്നെ നമുക്ക് തൈരുണ്ട്, പിന്നെ നമുക്ക് പച്ച ചമ്മന്തി ഉണ്ട്, പിന്നെ നമുക്ക് മാങ്ങ അച്ചാറുണ്ട്, പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ട്, പിന്നെ നമുക്ക് ചിക്കൻ പൊരിച്ചുണ്ട്, പിന്നെ നമുക്ക് നാരങ്ങച്ചാറുണ്ട്, ഞാനുണ്ട്. കാക്കാന്റെ ഒരു ഷൂട്ട് കേസ് കാലിയാണ്. അതിന് അങ്ങനെ ഇരിക്കും. കാരണം 2-3 ദിവസം കഴിഞ്ഞ ആനുവൽ എക്സാം ആണ്. അപ്പൊ നിങ്ങൾ കേട്ടില്ല ഗൈസ്, പരീക്ഷ മിൻഷന്റെ പരീക്ഷ വ്ളോഗ് നിങ്ങൾ കാണുമല്ലേ? നിങ്ങൾക്ക് ചെയ്യോ? നോക്കല്ലേ? അപ്പൊ നിങ്ങള് കമന്റ് ചെയ്യാം. അപ്പൊ മിൻഷൻ എന്ത് ചെയ്യും? മിൻഷന്റെ പരീക്ഷ വ്ളോഗ് ഒക്കെ ഇട്ടിരുന്നായിരിക്കും. മിൻഷൻ സെൽഫ് വ്ളോഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാമറ ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾക്ക് ചിക്കൻ ആണ് ഇടുന്നത്. മമ്മി കാക്ക ചിക്കന് വേണ്ടിട്ട് ബെഗിയാണ്. ഉച്ചക്കുള്ള വേണം. അപ്പൊ അത് നമ്മൾ എന്തിട്ടു? നമ്മൾ ഗൈസ് നമ്മൾ ചോറ് ഇട്ടു, ചിക്കൻ കറി ചിക്കനും ഇട്ടു. ഇനി എന്താ? നമ്മൾ നാരങ്ങച്ചാറാണ് എടുക്കണത്. നാരങ്ങ ഇടണേ. എല്ലാരും ഉണ്ട് ഗൈസ്. മതി.
ചമ്മന്തി തൈര് ഇടുന്നില്ല കറി അത് വേറെ പാത്രത്തിലേക്കൂലേ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ പപ്പയാണ് ഗൈസ് നമുക്ക് പൊതിയാൻ പോണത്. ഗൈസ് നമുക്ക് പൊതിയാൻ പോണ്. നമുക്ക് ട്യൂട്ടോറിയൽ ആണ്. അതെ ഗൈസ്. അതുകൊണ്ട് എല്ലാരും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം ഞങ്ങൾ പാവങ്ങളാണ്. യെസ് ഗൈസ്. അപ്പോൾ ഫാദർ പൊതിഞ്ഞരും. അല്ലാ എന്തൊക്കെ ആവും അറിയില്ല. നമുക്ക് ഗൈസ് നമുക്ക് എന്തായാലും പൊതിഞ്ഞോക്കാം. ഓ നൈസ്. അത്ര ഉള്ളു ഗൈസ്. 15 minutes later. ഗൈസ് അങ്ങനെ ആര് പോവാണ്? ബാഗ് പാക്ക് ചെയ്തു. ബാഗ് ഫുൾ ബാഗിലാണ് എല്ലാം അല്ല ഗൈസ് വേറെ ബാഗ് ഷൂട്ട് കേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? സൂട്ട് കേസ്. എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? പോയി വരാം. അടുത്ത കുറച്ച് ദിവസം 16 നോക്കട്ടോ. അത് ഗൈസ് നമ്മൾ കഴിഞ്ഞതും സെറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ 10-14 ദിവസം കഴിഞ്ഞിട്ട് കാണാം. 10-16 ദിവസം. ബൈ ഗൈസ്.